എല്ലാവർക്കും ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരുമില്ല. ജീവിതത്തിലെ ആഗ്രഹങ്ങളാണ് നമ്മളെ മുന്നോട്ട് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ചിലർ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ധാരാളം പരിശ്രമിക്കുന്നു. ചിലർക്ക് ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നു, എന്നാൽ ചിലർക്ക് കഴിയുന്നില്ല. ഇത്തരം ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലർ നിരാശയിലേക്ക് പോകുന്നു. എന്നാൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ചില ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിലും നല്ല കാര്യം ജീവിതത്തിൽ നമ്മെ തേടി എത്തുന്നത് തടസ്സമാകുന്നതിലുമാകാം. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല. തൊടുകുറി ശാസ്ത്രപ്രകാരം ആഗ്രഹിച്ച കാര്യം നടക്കുമോ ഇല്ലയോ അറിയാൻ ഈ ഇലകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. ഇഷ്ടമുള്ളത് ഒന്ന് തിരഞ്ഞെടുക്കുക. ആലില. ആര്യന്മാരുടെ പവിത്ര വൃക്ഷമാണ് ആലില. അതിനാൽ ആര്യ എന്ന സംസ്കൃത പദത്തിൻ്റെ പാലി രൂപാന്തരം ആര്യ എന്നാണ്. ആര്യ പിന്നീട് അരയാലായി. കേരളത്തിലെ അമ്പലങ്ങളിൽ എല്ലാം കണ്ടുവരുന്നതാണ് അരയാൽ. ഈ വൃക്ഷത്തിൻ്റെ ഇലയായ ആലില തിരഞ്ഞെടുത്തവരുടെ ആഗ്രഹങ്ങൾ നടക്കാൻ അല്പം വൈകുന്നു എന്നതാണ്. വൈകിയാലും ആഗ്രഹ സാഫല്യം നടക്കുമെന്ന് ഉറപ്പാണ്. ആഗ്രഹം നടക്കുന്നതുവരെ ക്ഷമിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈശ്വര ആരാധനയോടെ ഭക്തിയോടെ കാര്യങ്ങൾ ചെയ്തു പോയാൽ തീർച്ചയായും കാര്യങ്ങൾ നടക്കും. വൈകിയാലും ആ ആഗ്രഹങ്ങൾ നടക്കുന്നതുവരെ ക്ഷമിച്ചിരുന്നാൽ ആഗ്രഹം തീർച്ചയായും സഫലമാകും. നാം നമ്മെ തന്നെ സ്നേഹിച്ച് നമ്മളെ എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. തുളസി. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് തുളസി. അതിനാൽ തുളസി വീട്ടിലുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി വീട്ടിൽ ഉള്ളതുപോലെയാണ്. എവിടെയെല്ലാം വിഷ്ണു ഭഗവാൻ ഉണ്ടോ അവിടെയെല്ലാം ലക്ഷ്മി ദേവിയും ഉണ്ടാകും. അതിനാൽ തുളസി എന്നത് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണുവിൻ്റെയും പ്രതീകമായി തുളസി കാണുന്നു. ഈ ഇല തിരഞ്ഞെടുത്തവർ ആഗ്രഹ സാഫല്യത്തിനായി ഉചിതമായ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോകുന്ന പാതയിലൂടെ തന്നെ ജീവിതത്തിൽ മുന്നോട്ടു പോകുക. ഇവർക്ക് ഈശ്വരാധീനം ഏറെയുള്ളവരാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ പല ശുഭകാര്യങ്ങളും സംഭവിക്കുന്നതാണ്. ആഗ്രഹം നടക്കാൻ വേണ്ടി അനവധി പരീക്ഷണങ്ങളിലൂടെ പോകുന്നതാണ്. ഈ പരീക്ഷണഘട്ടങ്ങളിൽ വിശ്വാസം കൈവിടാതെ ലക്ഷ്യത്തിനു വേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും. കൂവളയില. പരമശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളം. വളരെ ഐശ്വര്യം നിറഞ്ഞ വൃക്ഷമാണ്. കൂവളയില ഭഗവാന് സമർപ്പിക്കുന്നത് തന്നെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. ഇത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. ക്ഷിപ്രപ്രസാദിയായ ദൈവമാണ് പരമശിവൻ. പരമശിവന്റെ അനുഗ്രഹമുള്ളവരാണ് കൂവളയില തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ ആഗ്രഹിക്കുന്ന കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയും എന്ന സൂചനയാണ് കാണുന്നത്. ഇവർക്ക് അധികം താമസിയാതെ തന്നെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നു. പക്ഷേ ഇതിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആഗ്രഹ സാഫല്യത്തിനായി അല്പം പരിശ്രമിക്കേണ്ടതാണ്. ഈ ആഗ്രഹ സാഫല്യത്തിനായി ജീവിതത്തിൽ പല തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ തടസ്സങ്ങൾ കണ്ട് ഒരിക്കലും പിന്മാറരുത്. ഈ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ശരിയായ പാത തിരഞ്ഞെടുത്ത് ആഗ്രഹ സാഫല്യത്തിനായി പരിശ്രമിക്കുക. കൂവള ഇല തിരഞ്ഞെടുത്തവർ പരമശിവന്റെ അനുഗ്രഹം ധാരാളം ഉള്ളവരാണ്. അതുകൊണ്ട് ഇവർക്ക് ആഗ്രഹ സാഫല്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ദുർഗാദേവിയെയും പരമശിവനെയും നന്നായി ആരാധിക്കുക. ആര്യവേപ്പ്. ദേവിയുടെ അനുഗ്രഹമുള്ളവരാണ് ആര്യവേപ്പ് തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ ഇവർക്ക് ദേവിയുടെ അനുഗ്രഹം ധാരാളം ഉള്ളവരാണ്. ദേവീപ്രീതി ഉള്ളതിനാൽ അറിഞ്ഞോ അറിയാതെയോ ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. ഇവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ കഴിയുമെങ്കിലും ചില തടസ്സങ്ങൾ ഇവർ നേരിടേണ്ടി വരും. ഈ തടസ്സങ്ങൾ പരീക്ഷണമായി കണ്ട് മുന്നോട്ട് പോകുക. ഒരിക്കലും പിന്മാറരുത്. എന്നാൽ മാത്രമേ ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ. ആ തടസ്സങ്ങൾ മറികടക്കാൻ ദേവിയെ ആരാധിക്കുക. ദേവി മന്ത്രങ്ങൾ ജപിച്ച് ദേവി ആരാധനയിലൂടെ ആഗ്രഹ സാഫല്യം നേടിയെടുക്കാൻ കഴിയും. ജീവിതത്തിൽ പല തടസ്സങ്ങളുണ്ടാകാം.
അപ്പോൾ ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുക. ദേവിയുടെ അനുഗ്രഹത്താൽ ഉചിതമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.